നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ട നടപടിക്കെതിരെ മുസ്ലിം ലീഗ് പ്രതിഷേധം. താലൂക്ക് കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തി. പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് തിരൂരിലും തിരൂരങ്ങാടിയിലും സംഘർഷത്തിനിടയാക്കി. തിരൂരങ്ങാടിയിൽ PK കുഞ്ഞാലിക്കുട്ടിയും തിരൂരിൽ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധമിരമ്പി. CPM ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. താനൂരിൽ ജില്ലാ കമ്മിറ്റി അംഗം A. ശിവദാസനും തിരൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E. ജയനും ഉദ്ഘാടനം ചെയ്തു. നിറവന്തൂർ ഉണ്ണിയാലിൽ SC ശ്മശാനം ചുറ്റുമതിൽ ഓഫീസ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 4972 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 135 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ട നടപടിക്കെതിരെ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ തിരൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി. മാർച്ച് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിടാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ തിരൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. റിംഗ് റോഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം താഴെപ്പാലം ചുറ്റി താലൂക്ക് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരെ സംഘർഷത്തിനിടയാക്കി. തുടർന്ന് കുറുക്കോളി മൊയ്തീൻ MLA നേതാക്കളും ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കുകയായിരുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകരുത് എന്ന് നിർബന്ധമുള്ളവരാണ്. അതിനുശേഷം ഒരുപാട് സംസ്ഥാനങ്ങളിൽ വഖഫ് ബോർഡുകൾ ഉണ്ടായി, സെൻട്രൽ വഖഫ് ബോർഡ് ഉണ്ടായി. വഖഫ് സ്വത്തുക്കൾ ഇങ്ങനെയേറെ ബോർഡുകൾ ഉണ്ടാക്കി സംരക്ഷിച്ചിട്ട് പോലും മതിയായ രീതിയിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങൾ വരെ ഉണ്ടായി. നിങ്ങൾക്കറിയാം, ഇന്ന് ഈ നിയമം കൊണ്ടുവന്ന CPM ഭരിക്കുന്ന പശ്ചിമ ബംഗാളിൽ ആയിരക്കണക്കിന് ഏക്കർ വഖഫ് ഭൂമിയാണ് അന്യാധീനപ്പെട്ടു പോയത്. ഇത് നമ്മൾ പറയുന്നതല്ല. ഉത്തർപ്രദേശിൽ അന്യാധീനപ്പെട്ടു പോയി. ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വളരെ കൃത്യമായി. ജില്ലാ വൈസ് പ്രസിഡന്റ് M. അബ്ദുള്ളക്കുട്ടി അധ്യക്ഷനായിരുന്നു. കുറുക്കോളി മൊയ്തീൻ MLA, നാസർ ഫൈസി കൂടത്തായി, KNM ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ PP മുഹമ്മദ്, PA റഷീദ്, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, വെട്ടം ആലിക്കോയ, MP അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്ത്യാനികൾക്ക് ചർച്ചുണ്ട്, ഹിന്ദു സഹോദരന്മാർക്ക് അമ്പലങ്ങളും ക്ഷേത്രങ്ങളുമുണ്ട്, അതേപോലെ മുസ്ലിങ്ങൾക്ക് പള്ളികളും അതേപോലെയുള്ള മദ്രസകളും ഒക്കെ അടങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ വിശ്വാസപരമായി അവർ നിയന്ത്രിച്ച് വരികയാണ്. ഈ സമുദായങ്ങളെയൊക്കെ ഒരു ഭൗതിക ഗവൺമെന്റ്, ഒരു മതേതര ഗവൺമെന്റ്, ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഒരേ കണ്ണിലൂടെയാണ് കാണുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ വലുപ്പച്ചെറുപ്പം നോക്കിയോ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയോട് ആ മതവിഭാഗം എങ്ങനെയാണ് അവിടെ കൂറ് എന്ന് പരിശോധിച്ചോ അല്ല, ആ വിഭാഗങ്ങളോട് ഒരു ഗവൺമെന്റ് നയം ആവിഷ്കരിക്കേണ്ടത്. മാർച്ചിന് P. സൈദലി മാസ്റ്റർ, MP മുഹമ്മദ് കോയ, PC ഇസാഖ്, മയ്യരി കുഞ്ഞഹമ്മദ് മാസ്റ്റർ, കണ്ടാത്ത കുഞ്ഞിപ്പ, KP ഷാജാൻ, E. സക്കീർ മാസ്റ്റർ, KT ആസാദ്, CM അലി ഹാജി, ഫൈസൽ അടശ്ശേരി, K. ഇബ്രാഹിം ഹാജി, KC ബാവ, നൂ കരിങ്കപ്പാറ, കല്ലേരി യൂസഫ്, റഷീദ് മൗര്യ, അഡ്വക്കേറ്റ് സൈദലവി, അഡ്വക്കേറ്റ് ആരിഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിട്ട നടപടിക്കെതിരെ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്മാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിട്ട സർക്കാർ നടപടിക്കെതിരെയാണ് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്മാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ചെമ്മാട് പരപ്പനങ്ങാടി റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ വള്ളിക്കുന്ന, തിരൂരങ്ങാടി നിയോജക മണ്ഡലങ്ങളിലെ 1000-ഓളം പ്രവർത്തകർ പങ്കെടുത്തു. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ ഉപനേതാവുമായ PK കുഞ്ഞാലിക്കുട്ടി സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ മലബാറിലെ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കുറവ്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കുറവ്.
അതുപോലെ തന്നെ മറ്റെല്ലാ ജില്ലയിലും വലിയ തോതിൽ മലബാറും ബാക്കിയുള്ള ഭാഗത്തും കൊറോണ ഒരു നടപടിയും ഗവൺമെൻറ് എടുത്തില്ല. അപ്പോൾ എപ്പോഴും എന്താ ഈ ഗവൺമെൻറ് ഇങ്ങനെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത്? +2 പാസ്സായ കുട്ടികൾക്ക് ചേർന്ന് പഠിക്കാൻ ഇടം കൊടുത്തില്ല, കോഴ്സ് അനുവദിച്ചില്ല, സ്ഥാപനങ്ങൾ അനുവദിച്ചില്ല, ഒക്കെ ഒന്നുമില്ല. ഇവിടെ ഈ എത്തിങ്ങാന അതുപോലെ തന്നെ എത്തിങ്ങാനയോടനുബന്ധിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ചതാണോ? അല്ല. ഒരു ചരിത്ര പശ്ചാത്തലം ഈ നാടിനുണ്ട്. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ അരിമ്പ്ര മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പി അബ്ദുൽ ഹമീദ് MLA, മുൻ മന്ത്രി PK അബ്ദുറബ്ബ, മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളായ AK ഭാവ, MA ഖാദർ, റഹീം ചുഴലി, P അബ്ദുൽ അസീസ് മദനി, മുജീബ് ഓട്ടുമ്മൽ, അഡ്വക്കേറ്റ് ഷാഹുൽ അമീദ് തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിന് KP മുഹമ്മദ് കുട്ടി, P സജിദ് തങ്ങൾ, ബക്കർ ചർണൂർ, K കുഞ്ഞിമരക്കാർ, KP മുഹമ്മദ് ഹസൻ, CH മുഹമ്മദ് ഹാജി, TPM ബഷീർ എന്നിവർ നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചമ്മാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് തള്ളിക്കയറി 500-ലേറെ വരുന്ന പ്രവർത്തകരെ തടയാൻ 4 പോലീസുകാരെ മാത്രമാണ് നിയോഗിച്ചിരുന്നത്. സംഘർഷം അവസാനിച്ച ശേഷമാണ് CIയും SIയും സ്ഥലത്തെത്തിയത്. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ടതിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ തിരൂരങ്ങാടി സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മാർച്ച് നടക്കുമെന്ന് മുൻകൂട്ടി വിവരമറിയിച്ചിട്ടും വേണ്ടത്ര പോലീസ് സ്ഥലത്ത് കാവൽ ഏർപ്പെടുത്തിയിരുന്നില്ല. പ്രകടനമായി സിവിൽ സ്റ്റേഷന് മുന്നിലേക്ക് എത്തിയ പ്രവർത്തകർ സിവിൽ സ്റ്റേഷനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. ഇത് സ്ഥലത്തുണ്ടായിരുന്ന വിരലിൽ എണ്ണാവുന്ന പോലീസുകാരും പ്രതിഷേധക്കാരും തമ്മിൽ വാക്കേറ്റത്തിനും സംഘർഷത്തിനും ഇടയാക്കി. ഇതിനിടെ ഏതാനും പ്രവർത്തകർ ഗേറ്റ് തള്ളി തുറന്ന് ഉള്ളിൽ പ്രവേശിച്ചു. അകത്തിരുന്ന് മുദ്രാവാക്യം വിളി ആരംഭിച്ചു. ഏതാനും ചില കോൺസ്റ്റബിൾമാർ മാത്രമാണ് സ്ഥലത്തുണ്ടായിരുന്നത്. SI, CA അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നില്ല. പാർട്ടി നേതാക്കന്മാരെത്തിയാണ് അണികളെ സമാധാനിപ്പിച്ച് പുറത്തെത്തിച്ചത്. തുടർന്ന് പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. CAയും SIയും പ്രശ്നം പരിഹരിച്ചതിനു ശേഷമാണ് സ്ഥലത്തെത്തിയത്. ഇന്ധനവില വർദ്ധിപ്പിക്കുന്നതിനെതിരെ താനൂരിൽ പ്രതിഷേധമിരമ്പി. CPM താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. താനൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന പ്രതിഷേധ ധർണ CPM ജില്ലാ കമ്മിറ്റി അംഗം A ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം തടയുക, കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPM കേന്ദ്ര കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് താനൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. താനൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന പ്രതിഷേധ ധർണ CPM ജില്ലാ കമ്മിറ്റി അംഗം A ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ കുത്തക കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടപ്പിലാക്കി കൊടുക്കാൻ നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരോട് അത് പൂട്ടിയിട്ട് നിങ്ങൾ ചണത്തിലേക്കും മറ്റ് പരുത്തിയിലേക്കും തിരിച്ചു പോയിക്കൊള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്നതാണ് പാർലമെന്റ് പാസാക്കിയ നിയമം. ഇതാണ് നമ്മൾ ഉന്നയിക്കുന്ന കർഷകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഡിമാൻഡ്. ഇത് മാറണം. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടെങ്കിലും നടപ്പാക്കണം. ഭക്ഷ്യധാന്യങ്ങൾ വിളയിക്കണമെങ്കിൽ കാർഷിക ഉൽപ്പന്ന ചെലവും കാർഷിക മേഖലയിലെ ചെലവും പകുതിയും മിനിമം താങ്ങുവിലയായി കൊടുക്കണം എന്ന സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ച പാർട്ടിയല്ലേ BJP. M അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. CPM ഏരിയ സെക്രട്ടറി KT ശശി, കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം P ശങ്കരൻ, ഏരിയ പ്രസിഡന്റ് സമത് താനാളൂർ, സെക്രട്ടറി KTS ബാബു, ബാലസംഘം ജില്ലാ കൺവീനർ P സതീശൻ, സെക്രട്ടറി N ആദിൽ, മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി E സുജ, DYFI ബ്ലോക്ക് സെക്രട്ടറി KV കാദർ, PKS ഏരിയ സെക്രട്ടറി KP ഷാജി, പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രാജേഷ് പുതുകാട്, V അബ്ദുറസാഖ്, മുൻ നഗരസഭാ കൗൺസിലർ P വിവേകാനന്ദൻ, P സിറാജ, AP രാമൻ തുടങ്ങിയവർ സംസാരിച്ചു. CP അശോകൻ സ്വാഗതം പറഞ്ഞു. ധർണയുടെ സമാപന സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി അംഗം E ജയൻ ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിനെതിരെ തിരൂരിൽ CPIM നേതൃത്വത്തിൽ ജനകീയ ധർണ നടത്തി. തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിറ്റി ജംഗ്ഷനിൽ നടന്ന ധർണ ജില്ലാ സെക്രട്ടറി അംഗം E ജയൻ ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിനെതിരെ തിരൂരിൽ CPIM നേതൃത്വത്തിൽ ജനകീയ ധർണ നടത്തി. തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിറ്റി ജംഗ്ഷനിൽ നടന്ന ധർണ ജില്ലാ സെക്രട്ടറി അംഗം E ജയൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവുമായി ബന്ധപ്പെട്ട് മാത്രം പരിശോധിക്കേണ്ട വിഷയമല്ല, കർഷകരുടെ മാത്രം പ്രശ്നമല്ല. രാജ്യത്ത് തൊഴിലെടുക്കുന്ന മുഴുവൻ മനുഷ്യരെയും എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന അതിഗൗരവതരമായ പ്രശ്നമായി നമ്മുടെ നാട്ടിലെ വിഷയം മാറുകയാണ്. ഓരോ ജനവിഭാഗവും, ഇന്ത്യ രാജ്യത്തിന്റെ പൊതുസ്ഥിതി നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. ഓരോ ജനവിഭാഗങ്ങളും ഓരോ നാളുകൾ പിന്നിടും തോറും സമരരംഗത്തേക്ക് വരുന്നു, പ്രക്ഷോഭ രംഗത്തേക്ക് വരുന്നു എന്നതല്ലേ നമ്മൾ കാണുന്നത്. ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P അംസക്കുട്ടി അധ്യക്ഷനായിരുന്നു.
ജില്ലാ കമ്മിറ്റി അംഗം എ ശിവദാസൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ നാരായണൻ, അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ, CP റംല, എ പ്രേമാനന്ദൻ എന്നിവർ സംസാരിച്ചു. സമാപന യോഗം ജില്ലാ കമ്മിറ്റി അംഗം കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു. ടി ദിനേഷ് കുമാർ സ്വാഗതവും ഗഫൂർ പി ലിലീസ് നന്ദിയും പറഞ്ഞു. ഒരു ഇടവേള. ഹോട്ടലുകൾക്കെതിരെ വർഗീയ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തിരുമേഖല വാർഷിക യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി KR സുഗുണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളീയ സമൂഹത്തെ വർഗീയമായി രണ്ടായി വിഭജിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും കടുത്ത വർഗീയത കലർത്തി ഹോട്ടലുകൾക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്നും സൈബർ സെൽ നിരീക്ഷണം ശക്തമാക്കണമെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തിരുമേഖല വാർഷിക യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കോവിഡ് പ്രതിസന്ധി അതിജീവിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ടൂറിസം മേഖലയ്ക്ക് പ്രഖ്യാപിച്ച പുനരുജ്ജീവന പാക്കേജിന്റെ ആനുകൂല്യങ്ങൾ ചെറുകിട ഇടത്തരം ഹോട്ടലുകൾക്ക് ലഭ്യമാക്കുക, റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് മേൽപ്പാലം നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങളും യോഗം ഉന്നയിച്ചു. അമീർ സബ്ക അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി KR സുഗുണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഞാനും നിങ്ങളും തിരുവോണനാൾ ആഘോഷിച്ചിട്ടുണ്ടോ? പെരുന്നാൾ ആഘോഷിച്ചിട്ടുണ്ടോ? മറ്റേതെങ്കിലും ആഘോഷങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ടാ? നമ്മൾ കടയടച്ച് വീട്ടിലിരിക്കുന്നു, നമ്മൾ തൊഴിലാളികൾ പട്ടിണി കിടക്കുന്നു, നമുക്ക് പുതു ഡ്രസ്സ് പോലും നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത എത്രയോ ഹോട്ടലുകാരെ എനിക്കറിയാം. അന്നും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് വേണ്ട എല്ലാം സർക്കാർ കൊടുത്തു, അവർക്ക് വേണ്ട ബോണസ് വരെ സർക്കാർ കൊടുത്തു. ഞാനും നിങ്ങളും ജോലി ചെയ്ത് അത്ര പാടുപെട്ടില്ല, അതിൽ നിന്ന് നികുതി കൊടുത്തുകൊണ്ട് അവർ തടിച്ചു കൊടുത്തു. അവരാണ് നമ്മളെ പീസൂരാൻ വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്, അവരാണ് പീസൂരാൻ വരുന്നത്. സംസ്ഥാന സെക്രട്ടറി PP അബ്ദുറഹ്മാൻ, PA ബാവ, ജില്ലാ ഭാരവാഹികളായ CH സമദ, രഘു മഞ്ചേരി, ഹബീബ് വൈറ്റ, സുരേഷ് പൊന്നാനി, സംഗം മണി, അയ്യൂബ് റോയൽ, നവാസ് റോയൽ തുടങ്ങിയവർ സംസാരിച്ചു. ഹോട്ടൽ മേഖലയിൽ വിവിധ തലങ്ങളിൽ കഴിവ് തെളിയിച്ച ഷാഫി സബ്ക, ഈസ്റ്റേൺ നിസാർ, സുൽത്താൻ പാഷ എന്നിവർക്ക് CI M ജോജോ ഉപഹാരം നൽകി. തുടർന്ന് പുതിയ ഭാരവാഹികളായി അമീർ സബ്കയെ പ്രസിഡന്റായും ഈസ്റ്റേൺ നിസാറിനെ സെക്രട്ടറിയായും ഖലീസ് ഷഫ്നീദിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. താനാളൂർ ഹസ്തം ചാരിറ്റബിൾ ട്രസ്റ്റിന് പുതുതായി നിർമ്മിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം ഭിന്നശേഷി മേഖലയിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകൻ റയീസ് ഹിദായ നിർവഹിച്ചു. നിർധരായ 25 ഡയാലിസിസ് രോഗികൾക്കുള്ള കിറ്റ് വിതരണം ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു നിർവഹിച്ചു. താനാളൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹസ്തം ചാരിറ്റബിൾ ട്രസ്റ്റിന് പുതുതായി നിർമ്മിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം സാമൂഹ്യ പ്രവർത്തകൻ റയീസ് ഹിദായ നിർവഹിച്ചു. രോഗി സാന്ത്വന പരിചരണ രംഗത്തും ജീവകാരുണ്യ മേഖലയിലും കഴിഞ്ഞ 13 വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഹസ്തം ചാരിറ്റബിൾ ട്രസ്റ്റ്. 2 രീതിയിൽ നമുക്ക് പ്രവർത്തിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഒന്ന്, കുറേ ആളുകളൊക്കെ വിളിച്ചിരുത്തിയിട്ട് കുറേ പത്രക്കാരെയും ചാനലുകാരെയും ഒക്കെ വരുത്തി, ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിനൊരു വില പോലും കൊടുക്കാതെ അതിനെല്ലാം ചവിട്ടി തേച്ചുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മളതിനെ ചാരിറ്റി എന്നാണ് വിളിക്കുക. രണ്ടാമത്തെ ഒരു സാധനം ഒരു തരത്തിലും ഒരു മനുഷ്യൻ്റെ ബോധത്തിൻ്റെ പുറത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു മണ്ണ് പോലും വീഴാതെ നമുക്ക് അയാളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ പറ്റും. നമ്മളതിനെ റെസ്പോൺസിബിലിറ്റി എന്ന് വിളിക്കും, ഉത്തരവാദിത്തം. ഇത് വേണമെന്നുള്ളത് നമ്മളുടെ തിരഞ്ഞെടുപ്പാണ്. ഹസ്തം ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത് 2ാമത്തെ വഴിയിലാണെന്നാണ് ഞാൻ അറിയുന്നത്. പക്ഷേ ഇനിയും ആ വഴി തന്നെ ആവട്ടെ, ഒരുപാട് മുന്നോട്ട് പോകാനാവട്ടെ. ഓരോ നാട്ടിലും നമുക്കറിയാലോ, ഒരു വീടിൻ്റെ മുന്നിലും ഈ വീട്ടിൽ പട്ടിണിയാണെന്ന് ഫ്ലെക്സ് ബോർഡ് വെക്കില്ല. പക്ഷേ നമ്മൾ ഈ ഹൈവേ വിട്ട് ഒന്നിങ്ങനെ ഇടറോട്ടിലേക്ക് ഇറങ്ങി അവിടെ നിന്നൊരു ഇടവഴിയിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു വീടുണ്ടാവും. 1-2 ദിവസമായിട്ട് അടുപ്പ് പോയാത്ത, ഓരോ മഴക്കാലവും പേടിയോടുകൂടി കാത്തിരിക്കുന്ന, പിന്നെ ഓരോ കാറ്റിനെയും പേടിച്ചിട്ട് ഉമ്മറത്തിറങ്ങിയിരിക്കുന്ന വീടുകൾ നമ്മുടെ ചുറ്റിലും ഇപ്പോഴും ഉണ്ട് അല്ലേ? പക്ഷേ അത്തരം സ്ഥലങ്ങളിൽ നമുക്ക് എത്തിത്തീരാനാവട്ടെ, ഹസ്തത്തിന് എത്തിത്തീരാനാവട്ടെ. നിർധരായ 25 ഡയാലിസിസ് രോഗികൾക്കുള്ള കിറ്റ് വിതരണം ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു നിർവഹിച്ചു. നമ്മളൊക്കെ ഹസ്തം ബാബാക്കനെ മാത്രം ഓർത്താൽ മതി. ഇന്നും നമ്മൾ ഹസ്തം ബാബാക്ക മരണപ്പെട്ടു പോയിട്ട് എത്രയായി കാലം? എന്തുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ മതി പറയണേ? അദ്ദേഹമാണ് ശരിക്കും സമ്പാദിച്ചു കൂട്ടി യഥാർത്ഥ പരലോകത്തേക്ക് സമ്പാദിച്ച വലിയ മനുഷ്യൻ. അതായിരിക്കണം ഒരു മനുഷ്യന്. എല്ലാം കൊടുക്കണം എന്നല്ല. നമുക്ക് 100 രൂപ ഉണ്ടെങ്കിൽ 2.5 രൂപ നമ്മൾ കൊടുത്താൽ മതി. അത് മാത്രം കൊടുത്താൽ തന്നെ ഈ നാട്ടിൽ ഒരാളും പട്ടിണി എടുക്കില്ല. അത് കൊടുക്കാൻ പോലും പഠിച്ചാണ്. നാളെ നമുക്കൊക്കെ ഈ ഓക്സിജന്റെ ആവശ്യം വരും. ആ നേരത്തെ എത്ര പണം കൊടുക്കാൻ ഓടും നമ്മൾ. പക്ഷേ
പടച്ചോൻ കാണിച്ചു തരും. മയപ്പെട്ടു പോയ ശ്വാസം കുറച്ചു നേരം കിട്ടാതാവുമ്പോൾ എല്ലാം മുതൽ ഞാൻ കൊടുക്കാന്ന് കരഞ്ഞ് നമ്മൾ എന്തിനും തയ്യാറാവും. പക്ഷെ അള്ള വിടൂല. നമുക്കൊക്കെ അറിയാം, എത്ര വലിയ പണക്കാരനും എത്ര വലിയ ഉന്നത ഉദ്യോഗസ്ഥനും എല്ലാ ജോലി ഇട്ടറിന് പോണ ഒരു ദിവസമുണ്ട്, മരണം. കൊണ്ടുപോലേ? ആരെ കൊണ്ടുപോകാത്ത മരണത്തിന് തടയാൻ കഴിയുമോ? ഒരാൾക്ക് ഒരു പ്രമാണിക്കും കഴിഞ്ഞില്ല മരണത്തെ തടയാൻ. എന്നിട്ടും ഞാൻ എൻ്റെ മുതൽ ഞാൻ അയൽവക്കത്തുള്ളതിന് വഴി കൊടുക്കൂല, വെള്ളം കൊടുക്കൂല, എല്ലാം എൻ്റേതെന്ന് ഒറ്റ നെയ്യത്തോടെ ജീവിക്കുക. എവിടെ നമുക്ക് സമ്പത്ത് വരുമ്പോൾ അങ്ങനെ വന്നു, പോകുമ്പോൾ അത് അങ്ങനെ പോണ്. ആരൊക്കെയോ കൊണ്ടുവെക്കണം. എവിടെ കൊണ്ടുവെക്കണു? അതിൽ AC ഉണ്ടോ? ബെഡ്ഷീറ്റ് മാറ്റി തരാൻ ആളുണ്ടോ? ഫാനുണ്ടോ? ഇല്ല. വെറും ഇടുങ്ങിയ ഒരു റൂം ഒന്ന് തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കാൻ പോലും കഴിയാത്ത ആ 6 അടി മണ്ണിലേക്ക് വെച്ച് എല്ലാവരും തിരിച്ചു പോരുമ്പോൾ ഒറ്റക്കുള്ളൊരു കിടത്തായി. ട്രസ്റ്റ് സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ചിൽ മാതൃകാപരമായ സേവനം നടത്തിയ താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്, തിരൂർ സ്നേഹതീരം വളണ്ടിയർ വിംഗ് എന്നീ സംഘടനകളെയും വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് വി അബ്ദുൾ റസാഖ് ഉപഹാര സമർപ്പണം നടത്തി. ട്രസ്റ്റ് ചെയർമാൻ TP മുഹമ്മദ് റഫീഖ് അധ്യക്ഷനായിരുന്നു. കവയിത്രി VP കമലാക്ഷി, ഡോക്ടർ CM സുനീർ, മുജീബ് താനാളൂർ, പ്രേമനാഥൻ താനൂർ, നാസർ കുറ്റൂർ, അഫ്സൽ, ഡോക്ടർ C റംസീന, അബ്ദുൽ മജീദ് മാടമ്പാട്ട്, OP ഇബ്രാഹിംകുട്ടി, NP കുഞ്ഞു മുഹമ്മദ്, MC അബൂബക്കർ, C അബ്ദുറഹീം, VP ഇസ്ഹാഖ്, സൽമാൻ മൂച്ചിക്കൽ, സിസ്റ്റർ ജയ്ഷ, C ഹസ തുടങ്ങിയവർ സംസാരിച്ചു. തിരൂരങ്ങാടി പ്രസ് ക്ലബ്ബും തിരൂരങ്ങാടി മലബാർ കണ്ണാശുപത്രിയും സംയുക്തമായി നടത്തുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഡിസംബർ 5 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്യാമ്പ് തിരൂരങ്ങാടി MLA KP മജീദ് ഉദ്ഘാടനം ചെയ്യും. തിരൂരങ്ങാടി പ്രസ് ക്ലബ്ബും തിരൂരങ്ങാടി മലബാർ കണ്ണാശുപത്രിയും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഡിസംബർ 5 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരൂരങ്ങാടി MK ഹാജി മലബാർ കണ്ണാശുപത്രിയിൽ രാവിലെ 9 മണി മുതൽ 12:30 വരെയാണ് സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. തിരൂരങ്ങാടി MLA KP മജീദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ക്യാമ്പിന്റെ ഭാഗമായി രജിസ്ട്രേഷൻ, കാഴ്ച പരിശോധന, തിമിര നിർണയം, ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിംഗ്, ഹൈ പ്രഷർ ചെക്കിംഗ്, ഗ്ലോക്കോമ നിർണയം എന്നിവ സൗജന്യമായിരിക്കും. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്ന 60 വയസ്സ് കഴിഞ്ഞവർക്ക് കണ്ണട ആവശ്യമുള്ളവർക്ക് സൗജന്യമായി നൽകും. സർജറി മുതലായവയ്ക്ക് കൂടുതൽ ഇളവുകളും നൽകിയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഹയാസ് റഹ്മാൻ, തിരൂരങ്ങാടി പ്രസ് ക്ലബ് ഭാരവാഹികളായ UA റസാഖ്, സായിദ് പരേടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള ഇളവുകളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ തിമിരം അതേമാതിരി തന്നെ വളരെ ഇതിനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ തിമിരത്തിൻ്റെ കാര്യത്തിലും നമ്മൾ പ്രത്യേകമായിട്ട് അതിൻ്റെ ഒരു വിദഗ്ധ ഡോക്ടർ തന്നെ നമ്മളെ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം തിമിര നിർണയവും അതേപോലെ ഡയബറ്റിക് റെറ്റിനോപ്പതിയും, പിന്നെ കുട്ടികളെ ഇപ്പം സ്കൂളൊക്കെ തുടങ്ങിയുണ്ട്, കുട്ടികൾക്കായിട്ടുള്ള ഒരു സ്ക്രീനിങ് നമ്മൾ വേറെ നടത്തുന്നുണ്ട്. ഇതിൽ വന്നാലും അല്ലേ കുട്ടികൾക്ക് നമ്മൾ മാക്സിമം ചെയ്തു കൊടുക്കും. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. നിറപുതർ ഉണ്ണിയാലിൽ SC ശ്മശാനം ചുറ്റുമതിൽ ഓഫീസ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി അധ്യക്ഷനായിരുന്നു. നിറപുതർ ഗ്രാമപഞ്ചായത്തിലെ ഉണ്ണിയാൽ SC ശ്മശാനത്തിനായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 34 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച ചുറ്റുമതിൽ, ഓഫീസ് കെട്ടിടം എന്നിവയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ നിർവഹിച്ചു. നിറപുതർ ഹരിജൻ വെൽഫെയർ അസോസിയേഷന് കീഴിൽ 1 ഏക്കർ വിസ്തൃതിയുള്ള ശ്മശാനത്തിന് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി പൂർണ്ണമായും ചുറ്റുമതിൽ, സ്റ്റീൽ ഗേറ്റ്, കുടിവെള്ള കിണർ, ഓഫീസ് കെട്ടിടം, ശുചിമുറി എന്നിവയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പൊതു ശ്മശാനം ഉണ്ടായിരിക്കാം, പട്ടികജാതിക്കാർക്ക് വേണ്ടി മാത്രം ശ്മശാനം ഉണ്ടായിരിക്കാം. പക്ഷെ ആ ശ്മശാനം വെറുതെ ഇങ്ങനെ കിടക്കുന്നതിനപ്പുറത്തേക്ക് അത് നല്ലൊരു ഭംഗിയുള്ള ചുറ്റുമതിൽ കെട്ടി, ഒരു ഓഫീസ് കെട്ടി, അതിനപ്പുറത്തേക്ക് നമുക്കറിയാം ഇന്ന് ഗ്യാസ് ക്രിമിറ്റോറിയ പോലെയുള്ള നല്ല നല്ല രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിലുണ്ട്. ഏകദേശം 75 ലക്ഷം രൂപയാണ് ആ ആധുനിക രീതിയിലുള്ള ഒരു ശ്മശാനം നമ്മുടെ ഇവിടെ സ്ഥാപിക്കണമെങ്കിൽ ആവശ്യമുള്ളത് എന്ന് മെമ്പറും സൂചിപ്പിച്ചു, പ്രസിഡന്റും സൂചിപ്പിച്ചു. ഞാൻ ഈ അവസരത്തിൽ അല്ലെങ്കിൽ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വാർഷിക പദ്ധതിയിൽ തന്നെ 75 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് നമുക്ക് ഈ ശ്മശാനം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നമ്മളൊരു പ്രോജക്റ്റ് വിഭാവനം ചെയ്യും. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി അധ്യക്ഷനായിരുന്നു. ഓൺലൈൻ പഠനത്തിന് പ്രയാസമുള്ള കുട്ടികൾക്കായി ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ നടത്തിയ സ്മാർട്ട് ഫോൺ ചലഞ്ചിന്റെ സമാപനം 60ാമത് ഡിവൈസിന് കൈമാറി പ്രസിഡന്റ് MK റഫീഖ നിർവഹിച്ചു. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സൽമത്ത്, നിറപുതർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി, വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VM ഇക്ബാൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആബിദ ഫൈസൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PP സൈദലവി, CP മനീഷ്, T ശ്രീധരൻ, KK ഫാത്തിമ ടീച്ചർ, CP സാദുള്ള, ചാരാത്ത് കുഞ്ഞിപ്പ, ആബിദ പുളിക്കൽ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം VP സുലൈഖ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നാസർ,
തുടങ്ങിയവർ സംബന്ധിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം VP സുലൈഖയെ ചടങ്ങിൽ ആദരിച്ചു. താനൂർ മൂലക്കൽ കേരള ദ്വീശ്വരപുരം ശ്രീകൃഷ്ണ ക്ഷേത്ര മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും മക്കളും ചേർന്ന് അവതരിപ്പിച്ച തൃത്താരമ്പക ആവേശമായി. ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി കല്ലൂർ മനക്കൽ നാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന കളഭച്ചാർത്തോടെയാണ് 7 ദിവസം നീളുന്ന ഉത്സവം സമാപിച്ചത്. വൃശ്ചികം 1 മുതൽ ആരംഭിച്ച കേരള ദ്വീശ്വരപുരം ശ്രീകൃഷ്ണ ക്ഷേത്ര മഹോത്സവം സമാപിച്ചു. 4 ദിവസം താന്ത്രിക ചടങ്ങുകളും 5-ാം ദിവസം മുതൽ ആഘോഷ പരിപാടികളുമാണ് നടന്നത്. ഉത്സവത്തിന്റെ 7-ാം ദിവസം ഗണപതി ഹോമം, ഉഷപൂജ, കാഴ്ച ശിവേലിയും നവകം ഉച്ചപൂജയും നടന്നു. വൈകിട്ട് ദീപാരാധനയും നടന്നു. വൈകിട്ട് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും മക്കളായ മട്ടന്നൂർ ശ്രീകാന്ത്, മട്ടന്നൂർ ശ്രീരാജും ചേർന്ന് അവതരിപ്പിച്ച തൃത്താരമ്പക കാഴ്ചക്കാർക്ക് വിസ്മയമായി. ഗജപൂജ, ആനയൂട്ട്, ശീവേലി, നവകം, പഞ്ചഗവ്യം, പുറത്തേക്ക് എഴുന്നള്ളത്ത്, ശീവേലിയും ക്ഷേത്രകലകളും ഉൾപ്പെടുന്ന പരിപാടികളോടെയാണ് ഇത്തവണ ഉത്സവാഘോഷം നടന്നത്. കോവിഡ് മാർഗങ്ങൾ പാലിച്ചാണ് ഉത്സവാഘോഷം നടന്നത്. ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ മനക്കൽ നാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന കളഭച്ചാർത്തോടെ ഉത്സവം സമാപിച്ചു. ഗ്ലോബൽ KMCC താനൂർ മുനിസിപ്പൽ കൂട്ടായ്മയുടെ 5-ാം വാർഷികവും പൊതുസമ്മേളനവും ബുധനാഴ്ച താനൂരിൽ നടക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം ഉദ്ഘാടനം ചെയ്യും. വാർഷികത്തിന്റെ ഭാഗമായി 50 കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീൻ വിതരണവും രോഗികൾക്കുള്ള ധനസഹായ വിതരണവും നടക്കുമെന്ന് ഭാരവാഹികൾ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. താനൂർ TVS ഓഡിറ്റോറിയത്തിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 വാർഷിക പൊതുസമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം ഉദ്ഘാടനം ചെയ്യും. കുടുംബസംഗമത്തിൽ നവാസ് പാലരി പങ്കെടുക്കും. പാണക്കാട് സെയ്ദ് റഷീദ് അലി ശാബ്ദങ്ങൾ K കുട്ടി അഹമ്മദ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഗ്ലോബൽ KMCC താനൂർ മുനിസിപ്പൽ കൂട്ടായ്മയുടെ 5-ാം വാർഷികവും പൊതുസമ്മേളനവും നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് TVS ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. 5 വർഷമായി താനൂർ നഗരസഭയിലെ മുക്കിലും മൂലയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മറ്റു സാമൂഹിക, സാംസ്കാരിക, സന്നദ്ധ മേഖലയിലൊക്കെ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഗ്ലോബൽ KMCC നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാർഷികത്തിന്റെ ഭാഗമായി നിർധന കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീനും രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർക്കും തുടർ പഠനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ധനസഹായ വിതരണവും നടക്കും. താനൂർ നഗരസഭയിലെ 50 നിർധനരായ കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീൻ നൽകാനും 3 ലക്ഷം രൂപയുടെ ധനസഹായം മാരകമായ രോഗങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ തുടർ വിദ്യാഭ്യാസം അസാധ്യമായ വിദ്യാർത്ഥികൾക്ക് നൽകുവാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം സാഹിബാണ്. വാർത്താ സമ്മേളനത്തിൽ KMCC ഭാരവാഹികളായ റസാഖ് CP ഫിറോസ്, KP അസ്കർ, TP ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. തിരൂരങ്ങാടി നഗരസഭയുടെ മുക്കിന് താഴെ കുണ്ടിനക്കാട് പ്രദേശത്തുകാർക്ക് സഞ്ചാരത്തിന് ആകെയുള്ളത് 3 അടി വീതിയുള്ള ഇടവഴിയാണ്. 30 വർഷത്തിലധികമായി കഷ്ടിച്ച് സൈക്കിൾ പോലും കടന്നുപോകാത്ത വഴിയിലൂടെ ഇവർ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് റോഡെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ഇവിടുത്തുകാരുടെ കാത്തിരിപ്പ് ഇനിയും നീളുകയാണ്. തിരൂരങ്ങാടി നഗരസഭയിലെ 32-ാം ഡിവിഷനിലാണ് കുണ്ടിനക്കാട് പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയുടെയും പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിന്റെയും പിൻഭാഗത്തിലൂടെ കടന്നുപോകുന്ന 1/2 കിലോമീറ്ററോളം ദൂരം വരുന്ന ഇടവഴി സഞ്ചരിച്ചാൽ ചെമ്മാട് കുണ്ടിനക്കാട് പ്രദേശത്തെത്താം. നേരെ ചൊവ്വെ ഒരു സൈക്കിൾ പോലും കടന്നുപോകാൻ വിഷമിക്കുന്ന 3 അടി വീതി മാത്രമുള്ള ഇടവഴി മാത്രമാണ് ഇവിടേക്കെത്താനുള്ള ഏക മാർഗം. റോഡെന്ന സ്വപ്നത്തിനായി ഇവരുടെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടിലേറെയായി. തിരൂരങ്ങാടിയിലെ നഗരസഭാ ആസ്ഥാനം, താലൂക്ക് ആശുപത്രി, റെസ്റ്റ് ഹൌസ് എന്നിവ സ്ഥിതി ചെയ്യുന്ന ടൗൺഷിപ്പിനോട് ചേർന്നാണ് ഇതെന്നത് ഏറെ ശ്രദ്ധേയമാണ്. താലൂക്ക് ആശുപത്രിയോട് ചേർന്ന വെറുതെ കിടക്കുന്ന സ്ഥലത്ത് ഇടവഴിയോട് ചേർന്ന് അല്പം സ്ഥലം വിട്ടു നൽകിയാൽ ഇവിടുത്തുകാരുടെ പ്രശ്നത്തിന് പരിഹാരമാകും.
റോഡ് എന്ന സ്വപ്നവും സാക്ഷാത്കരിക്കപ്പെടും. ആശുപത്രി അടക്കം അത്യാവശ്യ കാര്യങ്ങൾക്ക് വാഹനങ്ങൾക്ക് ഇവിടേക്ക് എത്തിപ്പെടാനും പറ്റും. ഈ പ്രദേശവാസികൾ കഷ്ടപ്പെടുന്നത് വാഹനം പോലും ഇല്ലാതെ ചെമ്മാട്ടങ്കാടിൻ്റെ ഹൃദയഭാഗത്താണ്. പക്ഷേ ഈ താലൂക്ക് ആശുപത്രിയുടെ പിൻവശത്ത് ഒരു വാഹനങ്ങൾ പോലും വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇതിന് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇതിനൊരു വ്യക്തമായൊരു തീരുമാനങ്ങൾ ഉണ്ടാവുമെന്നാണ് അറിയാൻ നമ്മളെ ഭാഗത്ത് നിന്ന് ഉള്ളത്. മഴക്കാലമായാൽ വെള്ളം കെട്ടി നിൽക്കുകയും വിവിധ ഭാഗങ്ങളിൽ നിന്നായി വഴിയാത്രക്കാർ കടന്നുപോകുന്നതിനാലും രാത്രിയും പകലുമടക്കം സ്ത്രീകൾക്കും വിദ്യാർത്ഥികളും അടക്കമുള്ളവർക്ക് നടന്നു പോകാനും ബുദ്ധിമുട്ടുണ്ട്. മദ്രസയിലേക്കും പള്ളിയിലേക്കും പോകുന്നവരും തെരുവ് നായയുടെ ആക്രമണം ഭയപ്പെടുന്നു. മൃതദേഹം കൊണ്ടുപോകുക, ആശുപത്രിയിലേക്ക് രോഗികളെ എത്തിക്കുക എന്നിങ്ങനെ ഇവിടുത്തുകാർ അനുഭവിക്കുന്ന ദുരിതം ചില്ലറയല്ല. അത് രാത്രി കാലങ്ങളിലൊക്കെ മദ്രസയൊക്കെ വിട്ടു വരുന്ന കുട്ടികൾക്ക് ഇവിടെ രാത്രിയിലും രാവിലെ മദ്രസയുണ്ട്. രാവിലെ ആണെങ്കിൽ കൂടി കഷ്ടിച്ച് ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ. ഒരാൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഭയമില്ലാതെ അവിടുന്ന് കടന്നു വരാനെ കൊണ്ട് പറ്റുന്നില്ല. തെരുവുനായ ശല്യവും നന്നായിട്ടുണ്ട്. എന്തായാലും ഒരു റോഡ് നമുക്ക് ആവശ്യമാണ്. മാത്രമല്ല ആ വഴിയാണെങ്കിലോ മഴക്കാലത്ത് കുണ്ടും കുഴിയും മാത്രമാണ്. പ്രദേശത്തുകാർ സ്ഥലം വിട്ടു നൽകിയാണ് നേരത്തെ ഇടവഴിയുണ്ടാക്കിയത്. ഇനി റോഡ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം നിർബന്ധമാണെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് ഇടവഴിയാക്കണമെന്ന് കാട്ടി MLAക്ക് നിവേദനവും നൽകിയിട്ടുണ്ട്. വൈകാതെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നഗരസഭയ്ക്കും പരാതി നൽകാനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. 42ാമത് മലപ്പുറം ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നവംബർ 28-ാം തീയതിയും സബ് ജൂനിയർ കേഡറ്റ് ഡിസംബർ 5-നും നടക്കും. താനൂർ ഗവൺമെന്റ് ദേവദർ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും അംഗീകാരത്തോടെ നടക്കുന്ന മലപ്പുറം ജില്ലാ കരാട്ടെ ഡു അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മലപ്പുറം ജില്ലാ ചാമ്പ്യൻഷിപ്പ് നവംബർ 28-ാം തീയതിയും ഡിസംബർ 5-ാം തീയതിയുമായി താനൂർ ഗവൺമെന്റ് ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാമ്പ്യൻഷിപ്പ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ഇന്നത്തെ ഈ പ്രത്യേക പാൻഡമിക് ഈ കാലയളവിൽ കരാട്ടെ കൊണ്ടുള്ള നേട്ടം എന്താ വെച്ചാൽ പല രീതിയിലും ഇമ്മ്യൂണിറ്റി പവർ ഒരു കരാട്ടെ അഭ്യാസി അല്ലെങ്കിൽ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇമ്മ്യൂണിറ്റി പവർ നല്ലൊരളവോളം വർദ്ധിപ്പിക്കാൻ കഴിയും. അതിൽ തന്നെ നമുക്ക് ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ കോവിഡ് വന്നതിൽ തന്നെ കരാട്ടെ പ്രാക്ടീസ് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അതിനെ പ്രതിരോധിക്കാനുള്ളൊരു ഇത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. സീനിയർ ജൂനിയർ അണ്ടർ 21 ആൺ പെൺ എന്നീ വിഭാഗങ്ങൾ നവംബർ 22-ാം തീയതിയും സബ് ജൂനിയർ കേഡറ്റ് ഡിസംബർ 5-നും നടക്കും. പേര് രജിസ്റ്റർ ചെയ്യാത്ത മത്സരാർത്ഥികൾ 25-ാം തീയതി 3 മണിക്ക് മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മത്സരങ്ങൾ വേൾഡ് കരാട്ടെ ഫെഡറേഷൻ നിയമാവലി പ്രകാരമാണ് നടക്കുന്നതെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് യു സന്തോഷ്, സെക്രട്ടറി കെ ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് വി ഷാഫി, ജോയിന്റ് സെക്രട്ടറി പി ശിവാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. ഇ ഹെൽത്ത് പദ്ധതിയിൽ താനാളൂർ കുടുംബാരോഗ്യ കേന്ദ്രവും ഉൾപ്പെടുത്തി. ഓൺലൈനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. താനാളൂരിലെ ഇ ഹെൽത്ത് കാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ് നിർവഹിച്ചു. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യ വിവരങ്ങൾ ഡിജിറ്റൈസ് ചെയ്ത് ആരോഗ്യ പരിചരണം എളുപ്പമാക്കുന്ന ഇ ഹെൽത്ത് പരിപാടിയിൽ താനാളൂർ കുടുംബാരോഗ്യ കേന്ദ്രവും ഉൾപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പകർച്ചവ്യാധികൾ തടയുന്നതിനും പ്രതിരോധ മരുന്നുകൾ വികസിപ്പിക്കുന്നതിനും കുറ്റമറ്റ ചികിത്സ ലഭ്യമാക്കുന്നതിനും വിവരശേഖരണം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഈ മഹാമാരിക്കാലം ആ പ്രാധാന്യം നമുക്ക് കൂടുതൽ വ്യക്തമാക്കി തരികയാണുണ്ടായി. അതുകൊണ്ടാണ് എല്ലാ പൗരന്മാരുടെയും ആരോഗ്യ വിവരങ്ങൾ സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ അവിടെയുള്ള സർവർ സൂക്ഷിച്ചുകൊണ്ട് ഇ ഹെൽത്ത് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തുടർന്ന് താനാളൂരിലെ ഇ ഹെൽത്ത് കാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ് നിർവഹിച്ചു. പൊതുപ്രവർത്തകനും ഗ്രന്ഥശാലാ സംഘം താലൂക്ക് സമിതി അംഗവുമായ പി ശങ്കരൻ മാസ്റ്റർ, ആരോഗ്യ പ്രവർത്തക ലക്ഷ്മി എന്നിവർ ആദ്യ ഇ കാർഡുകൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സതീശൻ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ഫാത്തിമ ബിബി, ഷെരീഫ ബഷീർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രുതി പദ്ധതി വിശദീകരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് ബാൽ സ്വാഗതവും പബ്ലിക് ഹെൽത്ത് നഴ്സ് അനീഷ നന്ദിയും പറഞ്ഞു.
സംസ്ഥാനത്ത് ഇന്ന് 4972 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിടെ 60,265 സാമ്പിളുകളാണ് പരിശോധിച്ചത്. മലപ്പുറത്ത് 135 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 4972 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം 917, തൃശൂർ 619, കോഴിക്കോട് 527, കോട്ടയം 476, എറണാകുളം 469, കൊല്ലം 383, കണ്ണൂർ 291, പത്തനംതിട്ട 270, പാലക്കാട് 238, വയനാട് 212, ഇടുക്കി 206, മലപ്പുറം 135, കാസർഗോഡ് 60 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60,265 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 57 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 313 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്താകെ മരണം 38,045ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 17 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 4,576 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 344 പേരുടെ സമ്പർക്കരോടം വ്യക്തമല്ല. 35 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു. അനധികൃതമായി പലചരക്ക് കടയിൽ സൂക്ഷിച്ച റേഷൻ വിഭവങ്ങൾ പിടിച്ചെടുത്തു. കൂട്ടായി വാടിക്കലിൽ പലചരക്ക് കടയിൽ നിന്നാണ് തിങ്കളാഴ്ച ഉച്ചയോടെ തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ ജോർജ് കെ സാമുവലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ റേഷൻ വിഭവങ്ങൾ പിടിച്ചെടുത്തത്. തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ ജോർജ് കെ സാമുവലിന് ലഭിച്ച രഹസ്യ പരാതിയെ തുടർന്ന് തിങ്കളാഴ്ച ഉച്ചയോടെ നടത്തിയ പരിശോധനയിലാണ് കൂട്ടായി വാടിക്കലിൽ പ്രവർത്തിക്കുന്ന പലചരക്ക് കടയിൽ നിന്നും അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 463 കിലോഗ്രാം റേഷൻ അരിയും 263 കിലോഗ്രാം ഗോതമ്പും പിടിച്ചെടുത്തത്. റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ KC രാജൻ, AM ബിന്ദു, VP ഷാജുദ്ദീൻ, SC ബിബിൽ എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. തിരൂർ ജില്ലാ ആശുപത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ ഗൗരവത്തിലെടുക്കുമെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രഥമ പരിഗണന നൽകുമെന്നും കുറുക്കുളി മൊയ്തീൻ MLA പറഞ്ഞു. ജില്ലാ ആശുപത്രി സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരൂർ ജില്ലാ ആശുപത്രിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ ഗൗരവത്തിലെടുക്കുമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രഥമ പരിഗണന നൽകുമെന്നും കുറുക്കുളി മൊയ്തീൻ MLA പറഞ്ഞു. ജില്ലാ ആശുപത്രി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ ശരീരം പൊതിഞ്ഞു കൊണ്ടുവന്ന ഒരു പ്ലാസ്റ്റിക് ഓപ്പറേഷൻ പോസ്റ്റ്മോർട്ടം സന്ദർഭത്തിൽ അത് നീക്കം ചെയ്തു. പിന്നെ ഗ്ലൗസ്, അതേപോലെയുള്ള സാധന സാമഗ്രികൾ, ഇത് ഒരുപക്ഷെ അത് ഒന്നുകൂടി സുരക്ഷിതമായി മാറ്റേണ്ടതായിരുന്നു. അത് മാറ്റാൻ അദ്ദേഹം രാവിലെ 7 മണിക്ക് ഡ്യൂട്ടിയിൽ കയറിയിട്ട് വൈകുന്നേരം 7-8 മണി വരെ അദ്ദേഹം ഇവിടെ ജോലി ചെയ്യുകയാണ്. അത് 10 മണിക്കൂറിലധികം അദ്ദേഹം ഇവിടെ ജോലി ചെയ്തു. ആ ജോലി ചെയ്ത സന്ദർഭത്തിൽ എന്തോ ഒരു അശ്രദ്ധ കൊണ്ട് അത് നിക്ഷേപിക്കേണ്ട യഥാർത്ഥ സ്ഥലത്ത് നിക്ഷേപിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി. ആ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ സ്വാഭാവികമായിട്ടും നായ്ക്കൾ എന്തും കടിച്ചു കൊണ്ടുപോകും. നായ്ക്ക് പളുങ്ക് പാത്രം വെച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ കടിച്ചെന്ന് വരില്ല. ഇങ്ങനത്തെ സാധനങ്ങളാണ് നായ്ക്കൾ കടിക്കുക. അപ്പോൾ അതുകൊണ്ട് അത് കടിച്ചു കൊണ്ടുപോയി എന്നുള്ളത് വസ്തുതയാണ്. അത് സുരക്ഷിതമായി മാറ്റേണ്ടതായിരുന്നു. അത് അവിടെ തന്നെ അലക്ഷ്യമായിട്ട ഒരു അനുഭവം ഉണ്ടായത് വേദനാജനകം തന്നെയാണ്. അത് ആ ഡോക്ടർക്ക് പറ്റിയ ചെറിയൊരു അബദ്ധം മാത്രമാണ്, ചെറിയൊരു അബദ്ധം. ആശുപത്രിക്കെതിരെ അനാവശ്യമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനത്തെയാണ് അത് ബാധിക്കുന്നത്. ഡോക്ടർമാരെയും മറ്റു ജീവനക്കാരെയും മാനസികമായി തളർത്തുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം 15ഓളം പ്രസവം നടക്കുന്ന ഒരു ആശുപത്രിയാണ്. 300-350ഓളം ഒരു മാസത്തിൽ ഇവിടെ പ്രസവ നടക്കുന്നു എന്നുള്ളത് തന്നെ ഈ ആശുപത്രിയിലെ ജനങ്ങൾ എത്ര കണ്ട് ആശ്രയിക്കുന്നു എന്നതിൻ്റെ വലുപ്പം മനസ്സിലാക്കാൻ നമുക്ക് അത് മതി. അങ്ങനത്തെ ഒരു ആശുപത്രി. അപ്പോൾ ഇതിൽ ചെറിയ വിഷയങ്ങൾ ചിലപ്പോൾ ജീവനക്കാരുടെ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്ന് പെരുമാറ്റങ്ങളിൽ നിന്നോ സംസാരത്തിൽ നിന്നോ ഉണ്ടായേക്കാം. ഞാനത് തീരെ നിഷേധിക്കുന്നില്ല, തീരെ ഉണ്ടായിട്ടില്ല എന്നും ഞാൻ പറയാനാണില്ല. എന്നാൽ ഇവിടെയുള്ള മറ്റുള്ള ജീവനക്കാരൊക്കെ നടത്തുന്ന സേവനങ്ങളുടെ വലുപ്പം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ 100-ലേറെ വരുന്ന ജീവനക്കാരുടെ ഒഴിവുകളുണ്ടായിട്ട് അവർ നികത്തേണ്ട, അവർ ചെയ്യേണ്ട ജോലി കൂടി നിലവിലുള്ള ആളുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 മണിക്കൂർ ജോലി ചെയ്താൽ മതി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. എന്നാൽ ഇവിടെ 10-15 ഒക്കെ മണിക്കൂർ ജോലി ചെയ്യുന്ന ആളുകളുണ്ടെന്നുള്ളത് എനിക്കറിയാം. മിക്ക ആളുകളും 10 മണിക്കൂറിനേറെ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവിടെ. അത് നമ്മൾ ചെറുതായി കണ്ടുപോകുന്നു എന്നുള്ളതിൽ എനിക്കൊരു വേദനയുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതിനെ പർവ്വതീകരിക്കുകയല്ല വേണ്ടത്. അത് എന്നോടോ അല്ലെങ്കിൽ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടോ അറിയിച്ചിട്ട് അങ്ങനെ ഒരു ഭാവിയിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തേണ്ടത്. ആശുപത്രിക്കെതിരെ എന്ത് പരാതികളുണ്ടെങ്കിലും ജനപ്രതിനിധികളെ നേരിട്ട് അറിയിക്കാവുന്നതാണെന്നും മാലിന്യ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം ഉണ്ടാക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. സമകാലിക സാമൂഹിക കാലാവസ്ഥയിൽ നെഹ്റുവിന്റെ പുനർവായനയ്ക്ക് പ്രാധാന്യം വർദ്ധിക്കുകയാണെന്ന് SSF ചർച്ചാ സംഗമം അഭിപ്രായപ്പെട്ടു. SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി നെഹ്റുവിനെ കണ്ടെത്തുന്ന ശീർഷകത്തിൽ തിരൂരിൽ സംഘടിപ്പിച്ച ചർച്ചാ സംഗമത്തിൽ SSF സംസ്ഥാന സെക്രട്ടറി KB ബഷീർ വിഷയാവതരണം നടത്തി.
ജനാധിപത്യം അപകടത്തിലാകുകയും മതനിരപേക്ഷത കളങ്കപ്പെടുകയും ചെയ്യുന്ന സമകാലിക സാമൂഹ്യ അവസ്ഥയിൽ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഇന്ത്യയിൽ അടിത്തറവാകിയ ജവഹർലാൽ നെഹ്റുവിന്റെ പുനർവായനയ്ക്ക് പ്രസക്തിയേറുന്നുവെന്ന് SSF സംസ്ഥാന സെക്രട്ടറി KV ബഷീർ പറഞ്ഞു. SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി നെഹ്റുവിനെ കണ്ടെത്തുന്നു എന്ന ശീർഷകത്തിൽ തിരൂരിൽ സംഘടിപ്പിച്ച ചർച്ചാ സംഗമത്തിൽ വിഷയാവതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത്രയും ജനാധിപത്യ ബോധം പുലർത്തിയിരുന്ന വിമർശകരെയും എതിർപക്ഷത്തെയും ഒരുപോലെ ഉൾക്കൊള്ളാനുള്ള വിശാലമായ ജനാധിപത്യ ബോധം പ്രകടിപ്പിച്ചിരുന്ന ഒരു ഭരണാധികാരിയിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യൻ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ലഭിച്ചുവെന്ന് പറയുമ്പോഴും അസ്വാതന്ത്ര്യത്തിൻ്റെ ധാരാളം അനുഭവങ്ങളാണ് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നെഹ്റുവിൻ്റെ രാഷ്ട്രീയത്തെ, പാരമ്പര്യത്തെ, അതിൻ്റെ പ്രസക്തിയെയാണ് ഇവിടെ സംസാരിച്ചവർ ചൂണ്ടിക്കാട്ടിയത്. ഇന്ത്യയുടെ ദേശീയ മുഖ്യധാരയിൽ ഉണ്ടായിരുന്ന പലരെയും തട്ടിയെടുക്കാനും ചിലരെ തമസ്കരിക്കാനും സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. അതിനായി അവരുടെ ആശയങ്ങളെയും ഓർമ്മകളെയും സജീവമാക്കി നിലനിർത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരു ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചർച്ചാ സംഗമത്തിൽ കലാലയം സെക്രട്ടറി V സിറാജുദ്ദീൻ അധ്യക്ഷനായിരുന്നു. E ജയൻ, അഡ്വക്കേറ്റ് രതീഷ് കൃഷ്ണ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. SSF സംസ്ഥാന സെക്രട്ടറി KV ബഷീർ തൃശൂർ ചർച്ച നിയന്ത്രിച്ചു. വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സയ്യിദ് സക്കരിയ, അത്തീഖ് റഹ്മാൻ, അബ്ദുൽ ഹാഫിദ് അഹ്സനി, അബുബക്കർ, ജാഫർ ഷാമിൽ ഇർഫാനി തുടങ്ങിയവർ സംബന്ധിച്ചു. വാഗൺ കൂട്ടക്കൊലയുടെ 100ാം വാർഷികത്തിൽ മരണമടഞ്ഞവരുടെ കബറിടത്തിൽ കോരങ്ങത്ത് യൂണിറ്റ് SYSന്റെ നേതൃത്വത്തിൽ സിയാറത്തും പ്രാർത്ഥനയും ജീലാനി അനുസ്മരണവും സംഘടിപ്പിച്ചു. മൗലിദ് സാസിന് റഫീഖ് നിസാമി പത്തമ്പാട് നേതൃത്വം നൽകി. കോരങ്ങത്ത് നടന്ന സിയാറത്തിന് ഷാഫി ഫൈസി നേതൃത്വം നൽകി. കോരങ്ങത്ത് സമുച്ചയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സെയ്ദ് ഉമർലി തങ്ങൾ മണ്ണാർക്കൽ ഉദ്ഘാടനം ചെയ്തു. അക്ബർ അലി നിസാമി ഏറ്റിക്കടവ് മുഖ്യ പ്രഭാഷണം നടത്തി. നമുക്കറിയാം, നമ്മുടെ ചരക്ക് വാഹനം പോകുന്ന ട്രെയിനിന്റെ ഒരു ബോഗിയിൽ മാത്രം വലിയ ആളുകളെ തടിച്ചുകൂട്ടി അവർക്ക് പുറത്തേക്കൂടെ ശ്വാസം വിടാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ആളുകൾ ശ്വാസം മുട്ടി മരിച്ച ചരിത്രമാണ് വാഗൺ ട്രാജഡിയിലൂടെ നമുക്ക് നൽകുന്നത്. മൗലിദ് സാസന റഫീഖ് നിസാമി പത്തമ്പാട് നേതൃത്വം നൽകി. കോരങ്ങത്ത് യൂണിറ്റ് SYS ജനറൽ സെക്രട്ടറി ഷിയാബുദ്ദീൻ, MP സമദ, MP യൂനസ്, ലത്തീഫ്, ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹമീദ് മോൻ, സലീം നെടുലങ്ങാടി, അഷ്റഫ് നിസാമി, ഏനി, ഫസലുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ബീപ്പിങ്ങാടി സ്വദേശി കോട്ടായിൽ ഹസൻകുട്ടി നിര്യാതനായി. ഖദീജയാണ് ഭാര്യ. മുജീബ് റഹ്മാൻ, മുഹമ്മദ് റാഫി, മുഹമ്മദ് ബർഷാദ്, ഹസ്ബറ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ട നടപടിക്കെതിരെ മുസ്ലിം ലീഗ് പ്രതിഷേധം. താലൂക്ക് കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തി. പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് തിരൂരിലും തിരൂരങ്ങാടിയിലും സംഘർഷത്തിനിടയാക്കി. തിരൂരങ്ങാടിയിൽ PK കുഞ്ഞാലിക്കുട്ടിയും തിരൂരിൽ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധമിരമ്പി. CPM ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. താനൂരിൽ ജില്ലാ കമ്മിറ്റി അംഗം A ശിവദാസനും തിരൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E ജയനും ഉദ്ഘാടനം ചെയ്തു. നിറവൂർ ഉണ്ണിയാലിൽ SC ശ്മശാനം ചുറ്റുമതിൽ ഓഫീസ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 4972 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 135 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.